നൂറ്റാണ്ടുകളുടെ പഴമയും പുരാതന നാഗരികതയുടെ അവശേഷിപ്പുകളും പ്രകൃതിയോട് മല്ലിട്ട കുടിയേറ്റ ജനതയുടെ ചരിത്രവും പേറുന്ന മണ്ണാണ് കോന്നി. കാടും മേടും കാട്ടാറും നിറഞ്ഞ കോന്നിയിലെ ജനത എക്കാലവും ആഗ്രഹിച്ചത് വികസനത്തിന്റെ ഒരു വസന്തമായിരുന്നു. പലപ്പോഴും പ്രഖ്യാപനങ്ങളിലും പ്രചരണങ്ങളിലും മാത്രം വികസനം പരിമിതപ്പെട്ടു പോയത് നിസ്സഹായതയോടെ നോക്കി നിന്ന മലയോര ജനതയ്ക്കിത് ആത്മസംതൃപ്തിയുടെ ആറാണ്ട്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളെടുത്ത തീരുമാനം ഒരു നാടിന് വികസന പെരുമഴ തീർക്കുന്നതായിരുന്നു എന്ന് കാണുമ്പോൾ, വികസനമെന്നത് പ്രഖ്യാപനങ്ങളല്ല, യാഥാർത്ഥ്യമാക്കി വിസ്മയിപ്പിക്കലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നാടാകെ ആവേശത്തിലാണ്. ഒരു കുടിയേറ്റ ജനത 6.5 വർഷം എന്ന ചെറിയ കാലയളവിൽ നേടിയ വികസന വിപ്ലവം കേരളമാകെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. നവകേരള സൃഷ്ടിക്കായുള്ള മുന്നേറ്റത്തിൽ കോന്നി ഒപ്പമായിരുന്നില്ല, അതുക്കും മുൻപെയായിരുന്നു എന്ന് നിസ്സംശയം പറയാം. തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്റെ കുട്ടിയെ കാത്തുസൂക്ഷിക്കും പോലെ കോന്നിയെ സംരക്ഷിക്കും എന്ന് പറഞ്ഞത് വെറും വാക്കായിരുന്നില്ല എന്ന് കോന്നി നാട് തിരിച്ചറിഞ്ഞ കാലത്തിലൂടെയാണ് നാം 6 ആണ്ടായി യാത്ര ചെയ്തത്. വികസനത്തിന്റെ വേറിട്ട വഴികളിലൂടെ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ എന്ന ചെറുപ്പക്കാരൻ സഞ്ചരിച്ചപ്പോൾ കോന്നി നാട്ടിൽ വന്ന മാറ്റം കേരളമാകെ ചർച്ച ചെയ്തു. കേരളത്തിലെ മികച്ച MLA ആര് എന്ന അന്വേഷണത്തിൽ ആദ്യ 3 പേരിൽ ഒരാളാകാൻ കഴിഞ്ഞു എന്നത് കോന്നിക്കാകെ അഭിമാനമായി മാറി. രാഷ്ട്രീയമായി എതിരഭിപ്രായമുള്ളവർ പോലും ഹൃദയത്തിൽ ചേർത്തുവെക്കുന്ന ജനപ്രതിനിധിയായി ജനീഷ് കുമാർ മാറി. ജനീഷ് കുമാർ എന്ന ജനപ്രതിനിധിയിലൂടെ നാട് നേടിയത് പതിറ്റാണ്ടുകളായുള്ള നാടിന്റെ വികസന പ്രശ്നങ്ങളുടെ പരിഹാരമായിരുന്നു. പേമാരി പെയ്യുന്ന മലയോര നാടിന് എന്നും പ്രതിസന്ധി ഗതാഗതയോഗ്യമല്ലാത്ത പാതകളായിരുന്നു. പേമാരിയിൽ ഒലിച്ചുപോകാത്ത റോഡുകൾ മാത്രമായിരുന്നു പരിഹാരം. വിദേശ സാങ്കേതിക വിദ്യയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കോന്നി നിയോജക മണ്ഡലത്തിലെ റോഡുകൾക്ക് കോടികളുടെ തിളക്കം നൽകാൻ എടുത്ത കാലയളവ് 6.5 വർഷം മാത്രം. കോന്നിയെ നെടുകെ പിളർത്തി കടന്നുപോകുന്ന പാത ഇന്ന് ദേശീയപാതയ്ക്ക് സമമാണ്. നാടിന്റെ ചിരകാല സ്വപ്നമായിരുന്ന വിവിധ റോഡുകൾ ഉൾപ്പെടെ കേരളത്തിലെ ഏറ്റവും വലിയ റോഡ് വികസനം നടന്ന മണ്ണായി കോന്നി മാറി. കലഞ്ഞൂർ, അരുവാപ്പുലം, തണ്ണിത്തോട്, ചിറ്റാർ, സീതത്തോട്, കോന്നി തുടങ്ങിയ വനമേഖല ഉൾപ്പെടുന്ന എല്ലാ പഞ്ചായത്തുകളിലെയും മലയോര റോഡുകൾ ഇന്ന് വികസന തിളക്കത്തിലാണ്. ഏനാദിമംഗലം, വള്ളിക്കോട്, പ്രമാടം, മൈലപ്ര, മലയാലപ്പുഴ പഞ്ചായത്തുകൾ ഉൾപ്പെടെ എല്ലായിടവും ആധുനിക നിലവാരത്തിലുള്ള റോഡുകളാൽ സമൃദ്ധമാണ്. റോഡുകൾക്കൊപ്പം തന്നെ നിരവധി പാലങ്ങളും. കോന്നിയെ കോർത്തിണക്കുന്ന നിരവധി പാലങ്ങൾ നാടിന് സമ്മാനിക്കുന്നത് മെച്ചപ്പെട്ട സഞ്ചാര സാഹചര്യവും ദുരന്തത്തിൽ വരുന്ന വലിയ കുറവുമാണ്. സീതത്തോട് പാലം പൂർത്തിയാക്കാനെടുത്തത് 100 ദിവസം മാത്രം. ഇതല്ലേ യഥാർത്ഥ വിസ്മയം? ചിറ്റൂർക്കടവ് പാലം നിർമ്മാണം ആരംഭിച്ചപ്പോൾ നാട് നേടുന്നത് പോരാട്ട വിജയം കൂടിയാണ്. എക്കാലവും ഒറ്റപ്പെടലിലൂടെ വാർത്തയാകുന്ന ആവണിപ്പാറ ഉന്നതിയിലേക്ക് 1ാം പരിഗണനയർഹിക്കുന്ന മനുഷ്യർക്കായി പാലം യാഥാർത്ഥ്യമാകുന്നു എന്നത് ഏവരെയും സന്തോഷത്തിലാക്കും എന്നതിൽ സംശയമില്ല. പാമ്പുകടിയേറ്റാൽ, ഹൃദയാഘാതം വന്നാൽ യഥാസമയം ചികിത്സ ലഭിക്കാതെ നിരവധി മലയോര മക്കളാണ് നമ്മെ വിട്ടുപോയത്. ഇന്നാകെ ചിത്രം മാറി. ഈ സാഹചര്യം സ്വജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞ നമ്മുടെ ജനപ്രതിനിധി പ്രതിസന്ധിയെ മറികടന്നത് കോന്നിയെ ജില്ലയുടെ ആരോഗ്യ തലസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടായിരുന്നു. മലയോര ജനതയ്ക്ക് സ്പെഷ്യാലിറ്റി ജില്ലാ ആശുപത്രി അനുവദിച്ചും കൊണ്ടായിരുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയപ്പോൾ ഓരോ ഗ്രാമത്തിലും കണ്ടത് ആധുനിക സൗകര്യങ്ങളുള്ള ആതുരാലയങ്ങൾ. 10 ആണ്ടോളം പ്രഖ്യാപനത്തിലും പ്രതിസന്ധിയിലും നിന്ന കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കുട്ടികൾക്ക് പഠിക്കാനും ജനതയ്ക്ക് ചികിത്സ തേടാനും കഴിയുന്ന ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയത്. സ്വപ്നമായിരുന്നത് യാഥാർത്ഥ്യമായത് ഈ കാലയളവിലാണ്. 400 കുട്ടികൾ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കോന്നി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനായി 352 കോടി കിഫ്ബി ഫണ്ടും MLA ഫണ്ടിൽ നിന്നുള്ള കോടികളും സർക്കാർ ബജറ്റ് വിഹിതവും വിവിധ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടും തുടങ്ങി ഏതൊക്കെ ഫണ്ട് ലഭ്യമാക്കാമോ അതെല്ലാം ചിലവഴിച്ചു എന്നതിലൂടെയാണ് കോന്നി മെഡിക്കൽ കോളേജിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറ്റിത്തീർത്തത്. 200 കിടക്കകളുള്ള പുതിയ ആശുപത്രി കെട്ടിടം, ക്വാർട്ടേഴ്സുകൾ, ഹോസ്റ്റലുകൾ, അക്കാഡമിക് ബ്ലോക്ക്, ഓഡിറ്റോറിയം, കവാടം, ഡീൻ വില്ല, മോർച്ചറി, റോഡുകൾ എല്ലാം ഇക്കാലയളവിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഇനിയുമേറെ നമുക്ക് മുന്നേറേണ്ടതുണ്ട്.
സംസ്ഥാനത്തെ 4ാമത്തെ ഡ്രഗ് ടെസ്റ്റിംഗ് ലാബ് കോന്നിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് എടുത്തുപറയേണ്ട നേട്ടമാണ്. കോന്നി താലൂക്ക് ആശുപത്രിയിൽ 10 കോടിയുടെ വികസനം, പുതിയ കെട്ടിടമുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, മണ്ഡലത്തിലെ 12 പ്രാഥമിക ആരോഗ്യ സ്ഥാപനങ്ങളും ബഹുനില കെട്ടിടങ്ങളും മികച്ച ചികിത്സാ സൗകര്യങ്ങളും സ്വന്തമായ ആംബുലൻസ് സൗകര്യങ്ങളുമെല്ലാമായി തലയുയർത്തി നിൽക്കുന്നു. മെഡിക്കൽ കോളേജിലും സീതത്തോട്ടിലും പുതിയ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചതും ഇക്കാലയളവിലാണ്. ബംഗളൂരുവിൽ നഴ്സിംഗ് പഠനത്തിനായി പോയിരുന്ന മലയോര മക്കൾക്കിപ്പോൾ കോന്നിയിൽ പഠന സൗകര്യമായിരിക്കുന്നു എന്നത് നാട് നേടിയ വലിയ മാറ്റമല്ലേ? എല്ലാ സ്കൂളുകളും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വളർച്ച കൈവരിച്ച നാളുകൾ, ബഹുനില മന്ദിരങ്ങൾ, സ്മാർട്ടായ ക്ലാസ് റൂമുകളിൽ വർഷാവർഷം വർദ്ധിച്ചുവരുന്ന കുട്ടികളുടെ എണ്ണം മാത്രം പരിശോധിച്ചാൽ കാണാം കോന്നി എങ്ങനെ മാറിയെന്ന്. കലഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡിന് മറുവശമെത്താൻ നിർമ്മിച്ച ആകാശ നടപ്പാത, എല്ലാ സ്കൂളുകളിലും കോടികളുടെ പുതിയ കെട്ടിടങ്ങൾ, ബസ്സുകൾ, ആധുനിക സൗകര്യങ്ങൾ എല്ലാം നമുക്കൊരുക്കി നൽകിയ ജനപ്രതിനിധി. പഠന നിലവാരമുയർത്താൻ ഉയരെ എന്ന വിദ്യാഭ്യാസ പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. മലയോര ജനതയുടെ ദാഹം തീർക്കാൻ 6 വർഷം കൊണ്ട് നടപ്പിലാക്കിയത് 791 കോടിയുടെ കുടിവെള്ള പദ്ധതികളാണ്. വേനൽക്കാലത്ത് കുടിനീരിനായി കിലോമീറ്ററുകൾ താണ്ടിയ ജനത ഇന്ന് മുറ്റത്ത് ജലമെത്തിയ സന്തോഷത്തിലാണ്. കൂടാതെ ശബരിമലയിലെ തീർത്ഥാടകർക്ക് വെള്ളമെത്തിക്കുന്ന സീതത്തോട്ടിൽ സ്ഥാപിച്ച നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി 120 കോടിയുടേതാണ്. ജനതയ്ക്കൊപ്പം തന്നെ തീർത്ഥാടകരെയും ചേർത്തുപിടിക്കുന്ന വികസന മാതൃക. വന്യമൃഗങ്ങളാൽ ജീവിതം നരകതുല്യമായി മാറിയ മലയോര ജനതയുടെ നാവായി മാറിയത് നമ്മുടെ ജനപ്രതിനിധിയാണ്. കർഷക പ്രശ്നങ്ങളിൽ താങ്ങായി മാറിയപ്പോൾ കേരളമാകെ അഭിമാനത്തോടെയാണ് കണ്ടത്. കാടിറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവിനു പിന്നിലും വന്യമൃഗശല്യത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമത്തിനു പിന്നിലും നമ്മുടെ ജനപ്രതിനിധിയാണ് എന്നറിയുമ്പോൾ മലയോര നാടാകെ സന്തോഷത്തിലാണ്. എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന തിരിച്ചറിവിലാണ്. കോന്നി എന്ന നാടിന്റെ ആനയോളം വരുന്ന തലപ്പൊക്കവും അടവിയോളം വരുന്ന സൗന്ദര്യവും ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ കാലം. അതിനായി കോന്നിയുടെ പാരമ്പര്യത്തെ ചേർത്തുവച്ച ഉത്സവം കോന്നി കരിയാട്ടം നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ ജനനായകൻ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറാണ്. കോന്നിയുടെ പ്രകൃതി ഭംഗിക്കൊപ്പം ചരിത്രത്തെയും ചേർത്തുവച്ച് നമ്മുടെ ടൂറിസം മുന്നേറ്റത്തിനായി കരിയാട്ടം നമുക്ക് സമ്മാനിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ കോന്നി പൂരനഗരി പോലെ സ്വദേശ വിദേശ സഞ്ചാരികളാൽ നിറയുകയായിരുന്നു. നമ്മുടെ നാടിനെ ലോകമറിയുകയായിരുന്നു. ഗുരു നിത്യചൈതന്യേതിയും കവി കടമ്മനിട്ടയുമെല്ലാം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ധന്യമാക്കിയ നാടാണ് കോന്നി. ഈ വിശ്വപൗരന്മാരുടെ സ്മരണ നിലനിർത്തി മുന്നോട്ടു പോകാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടന്നത്. കോന്നി ഇക്കോ ടൂറിസം സെന്ററിന്റെ നവീകരണം, അടവിയുടെ വിപുലീകരണ പദ്ധതികൾ, ഗവി ടൂറിസം വികസന പദ്ധതികൾ, സീതത്തോട്ടിൽ കയാക്കിംഗ് ഫെസ്റ്റ്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിത്യേന കോന്നിയിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്ന KSRTC ബജറ്റ് ടൂറിസം പദ്ധതി, കാനന ക്ഷേത്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും സന്ദർശകരെ എത്തിക്കുന്നതിനുള്ള സർക്യൂട്ടിന്റെ ആരംഭം തുടങ്ങിയവയെല്ലാം എടുത്തു പറയേണ്ടവയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലെത്തിച്ച ആവണിപ്പാറ ഉന്നതിയിലെ വൈദ്യുതീകരണമുൾപ്പെടെ എല്ലാ മേഖലയിലും വൈദ്യുതിയെത്തിയ നാടായി കോന്നി മാറിയെങ്കിൽ പിന്നിൽ നമ്മുടെ ജനപ്രതിനിധിയുടെ നിശ്ചയദാർഢ്യം ഒന്നുതന്നെയാണ്. 4 നൂറ്റാണ്ടിന്റെ വികസന പിന്നോക്കാവസ്ഥയ്ക്ക് 6 ആണ്ടുകൊണ്ട് പരിഹാരം കണ്ടെത്തി കോന്നിയിൽ നടപ്പിലാക്കിയത് വികസന വിപ്ലവമല്ലാതെ മറ്റെന്താണ്? വികസനമെന്നത് വെറും പ്രഖ്യാപനമല്ല, കാടിളക്കിയ പ്രചരണങ്ങളല്ല, യാഥാർത്ഥ്യമാക്കി വിസ്മയിപ്പിക്കലാണ് എന്ന് നാടിന് കാട്ടിത്തന്നത് മലയോര നാട് കേരളത്തിന് നൽകിയ യുവ വികസന നായകനാണ്. അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറാണ്. അധികാര ജാടകൾക്കപ്പുറം വിനയത്തിലൂടെ, ചേർത്തുനിർത്തലിലൂടെ, ആത്മാർത്ഥത ഉൾച്ചേർത്ത പെരുമാറ്റത്തിലൂടെ, അതിലുപരി സ്നേഹത്തിലൂടെ നമ്മുടെ യുവജനപ്രതിനിധി നാടിന്റെ നായകനാവുകയായിരുന്നു. മലയോര നാടിന്റെ ജനനായകനാവുകയായിരുന്നു. നാടിന്റെ പ്രശ്നങ്ങൾ സ്വജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞ അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നതിന് ആത്മാർത്ഥ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ടവൻ. കേരളം നവകേരളത്തിലേക്ക് കുതിക്കുമ്പോൾ ഒപ്പം നിർത്താം, ഹൃദയത്തിൽ ചേർത്തുവെക്കാം. നാടിന്റെ പ്രതിനിധിയായി വീണ്ടും നമുക്ക് തെരഞ്ഞെടുക്കാം നമ്മുടെ പ്രിയപ്പെട്ടവനെ, അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ എന്ന കോന്നിയുടെ ജനനായകനെ.